भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. പൊന്നുഗുരുവായൂരപ്പൻ്റെ ഭാഗവത സ്വരൂപിയുടെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 834 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 19 അധ്യായത്തിൽ 37 ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഭക്തി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ദാനം എന്താണ്, ത്യാഗം എന്താണ്, തപസ് എന്താണ്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഉദ്ധവൻ ചോദിക്കുകയുണ്ടായി. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ഭഗവാൻ. ഭഗവാൻ പറയുന്നു, ദണ്ഡന്യാസ പരം ദാനം കാമത്യാഗസ്തപസ്മൃതം സ്വഭാവ വിജയശൗര്യം സത്യം ച സമദർശനം. ദണ്ഡന്യാസ ഉപദ്രവത്തെ ഉപേക്ഷിക്കൽ, പരം ദാനം പ്രധാനമായ കൊടുക്കലാണ്, ദാനമാണ്. കാമത്യാഗ ആഗ്രഹത്തെ ഉപേക്ഷിക്കലാണ് തപസ് എന്ന് സ്മൃതം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സ്വഭാവ വിജയ സ്വഭാവത്തിൻ്റെ ജയമാണ് ശൗര്യം എന്നുള്ളത്. സമദർശനം സത്യം, ആ സമത്തെ കാണുന്നതാണ് പരമാർത്ഥമായിട്ടുള്ളത് എന്ന് പറയുന്നു. ധനം കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുന്നതാണ് ദാനം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അത് ദാനാണ്, എങ്കിലും എല്ലാവർക്കും സാധിക്കുന്നതും ഉത്കൃഷ്ടവുമായ ദാനം എന്നുള്ളത് അന്യനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള ഉറപ്പോടുകൂടി തൻ്റെ ഉള്ളിലുള്ള ദ്രോഹശക്തിയെ ഉപേക്ഷിക്കുകയാണ്. ഇത് എല്ലാവർക്കും സാധിക്കും. ദരിദ്രനും ധനവാനും സ്ത്രീക്കും പുരുഷനും കുട്ടിക്കും വൃദ്ധനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാ ആളുകൾക്കും സാധിക്കുന്നതാണ് ഈ ദാനം. ഈ ദാനത്തിന് ശ്രമിക്കുമ്പോൾ വളരെ പ്രയാസമുള്ളതും ഉത്കൃഷ്ടവുമാണെന്ന്
ധരിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇതിനെ വേണ്ട പോലെ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ദാനത്തിന് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് വളരെ ഉത്കൃഷ്ടമാണ്, എന്നാൽ വളരെ പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും പുണ്യം നിറഞ്ഞ പരംദാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വേണമെന്ന ആഗ്രഹം ഉണ്ടായാൽ എല്ലാവർക്കും ഈ ദാനശക്തിയെ സമ്പാദിക്കാൻ സാധിക്കും. അടുത്തതായി പറഞ്ഞു, ആഗ്രഹങ്ങളെ മനസ്സിൽ നിന്ന് തള്ളിക്കളയുന്നതാണ് തപസ്. നമ്മൾ വിചാരിക്കും പഞ്ചാഗ്നി മധ്യത്തിൽ അല്പനേരം ആ ചൂടോ ജലമധ്യത്തിൽ അല്പനേരം തണുപ്പോ സഹിക്കുന്ന തപസ്സിനേക്കാൾ ശക്തിയും പ്രയാസവും ഉത്കർഷവുമുണ്ട് ആഗ്രഹങ്ങളെ മനസ്സിൽ നിന്ന് തള്ളിക്കളയുക എന്നുള്ള തപസ്സിന്. മറ്റു തപസ്സിലൊക്കെ ആഗ്രഹങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവും മിക്കവാറും, അല്ലേ? കാമങ്ങളാകുന്ന ചളികൾ മനസ്സിൽ നിന്ന് നീങ്ങുമ്പോൾ അവിടെ ചരാചര ഗുരുവായിരിക്കുന്ന ഭഗവാൻ ഈശ്വരൻ പ്രത്യക്ഷമാവും. അങ്ങനെ വരുമ്പോൾ ആഗ്രഹിക്കാതെ തന്നെ സകല സിദ്ധികളും ഇങ്ങോട്ട് ആശ്രയിക്കും ഈ ഉപാസകനെ. ഈ തപസ് ചെയ്ത് ഈശ്വരനെ പ്രത്യക്ഷമാക്കുന്നവരാണ് യഥാർത്ഥ തപസ്വികൾ. സ്വഭാവത്തെ ജയിക്കുന്നത് തന്നെയാണ് ശൗര്യം. അടുത്തതായിട്ട് പറഞ്ഞു, ശത്രുക്കളെ ജയിച്ച് രാജ്യത്തെ നേടലല്ല ശൗര്യം. അത് രാജാവിൻ്റെയോ ഭടന്മാരുടെയോ ശക്തിവിശേഷത്തെ ശൗര്യം എന്ന് ഈ മോക്ഷശാസ്ത്രത്തിൽ പറയില്ല. അത് ഭൗതിക ശാസ്ത്രത്തിൽ അതാണ് ശൗര്യം എന്ന് പറയും. പക്ഷേ പറയുകയാണ്, ഉള്ളിൽ തന്നെ ചേർന്നിരുന്ന് രാവും പകലും ഒരുപോലെ ഉപദ്രവിച്ച് ജന്മത്തെ നിഷ്ഫലമാക്കുന്ന ദുർവാസനാ സ്വഭാവത്തെ ജയിക്കാനുള്ള സാമർഥ്യം, അതാണ് ശൗര്യം എന്ന് പറയുന്നത്. ഇതിനെയാണ് മുമുക്ഷു അല്ലെങ്കിൽ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ സ്വീകരിക്കേണ്ടത് എന്ന് പറയുകയാണ്. എന്നാൽ അടുത്തത് സത്യം എന്താണ്? എല്ലാത്തിലും ഒരുപോലെ ഇരിക്കുന്ന വസ്തുവിനെ, പരമാർത്ഥ ചൈതന്യത്തെ, ബ്രഹ്മത്തെ എല്ലാവരിലും കാണാൻ സാധിക്കുന്നതാണ് സത്യം. ദണ്ഡന്യാസമാണ് പരമമായ ദാനം, കാമത്യാഗമാണ് തപസ്, സ്വഭാവവിജയമാണ് ശൗര്യം, സമദർശന ഭാവമാണ്, ഭാവനയാണ് സത്യം എന്നും പറഞ്ഞു. ഋതം ച സൂനൃതാവാണി കവിഭി പരികീർത്തിത കർമ്മസ്വസംഗമ ശൗചം ത്യാഗ സന്യാസ ഉച്യത്തെ. സൂനൃതാം വാണി, പരമാർത്ഥയായ വാക്ക്, ഋതം എന്ന് കവിഭി പരികീർത്തിത, വിദ്വാൻമാരാൽ പറയപ്പെട്ടിരിക്കുന്നു. കർമ്മസു, കർമ്മങ്ങളിൽ, അസംഗമഃ, ചേർച്ചയില്ലായ്മയാണ്, ശൗചം അല്ലെങ്കിൽ ശുദ്ധി, സന്യാസഃ, ഫലത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ത്യാഗം എന്നും പറഞ്ഞു. പ്രിയമായത്, യാഥാർത്ഥ്യമായത്, ആ വാക്കിനെയാണ് ഋതം എന്ന് പറയുക. പരമാർത്ഥമായ വാക്ക്, അതാണ് ഋതം. കർമ്മങ്ങളിൽ സംഘവും കർത്തൃത്വബുദ്ധിയും കൂടാതെ ഇരിക്കുക, ഇതിന് എന്തു പറയുന്നു? ആ നിസ്സംഗനായിരിക്കുന്നതിന് ശൗചം എന്ന് പറയുന്നു, ശുദ്ധി. ജലം കൊണ്ട് കൈകാല് കഴുകി ശുദ്ധി വരുത്തിയാലും, അതല്ല ദിവസത്തിൽ 5 or 10 പ്രാവശ്യം കുളിക്കുക എന്നുള്ളത് കൊണ്ടൊന്നും ശൗചം എന്ന് ഇല്ല, പറയാൻ പറ്റില്ല. അത് ശൗചമാണ്, ശുദ്ധിയാണെന്ന് പറയും. പക്ഷെ അത് ദേഹശുദ്ധി മാത്രമേ ആവുന്നുള്ളൂ. എന്നാൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തെ കാക്ഷിക്കാതിരിക്കുന്ന ത്യാഗത്തെ ആണ് സന്യാസം എന്ന് പറയുന്നത്. ദണ്ഡമുണ്ടനാദികളല്ല സന്യാസം എന്ന് വെച്ചാൽ ദണ്ഡ് പിടിക്കുക, തല വടിച്ചു കളയുക, തലമുടി വടിച്ചു കളയുക, അതേപോലെ തന്നെ കാവ്യ ഉടുക്കുക, ഇതൊക്കെ സന്യാസത്തിന്റെ ബാഹ്യലക്ഷണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ സന്യാസം എന്താ? ഫലത്തെ കാക്ഷിക്കാതെ എല്ലാ കർമ്മങ്ങളെയും ചെയ്യുക. യാതൊരു കർമ്മങ്ങളുടെയും ഫലത്തെ കാക്ഷിക്കാതിരിക്കുന്ന ത്യാഗം, അതാണ് സന്യാസം എന്ന് പറയുന്നു. ധർമ്മ ഇഷ്ടം ധനം നൃണാം യജ്ഞോഹം ഭഗവത്തമ ദക്ഷിണ ജ്ഞാന സന്ദേശ പ്രാണായാമ പരംബലം. നൃണാം ഇഷ്ടം ധനം, മനുഷ്യർക്ക് ഹിതമായ മുതൽ ആണ് ധർമ്മം.
ഭഗവത്തമഹ ജ്ഞാനവൈരാഗ്യാദികൾ പൂർണ്ണമായിരിക്കുന്ന ഞാൻ യജ്ഞ യാഗമാണ്. ജ്ഞാനസന്ദേശ അറിവിനെ ഉപദേശിക്കുന്നതാണ് ദക്ഷിണ കർമാവസാനം നൽകുന്ന ദാനം. പ്രാണായാമ പ്രാണനിരോധം പരം ബലം ഏറ്റവും പ്രധാനമായ ശക്തിയാണ്. ഒരിക്കലും നശിക്കാതെ പോകുന്ന ദിക്കുകളിലേക്ക് ഒരുമിച്ചു പോയി മനുഷ്യരെ സഹായിക്കുന്ന യഥാർത്ഥമായ മുതൽ ഭഗവത് ഭക്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മമാണ്. ജ്ഞാനവും വൈരാഗ്യവും പൂർണ്ണമായിരിക്കുന്ന ഞാൻ തന്നെ, ജ്ഞാനം വൈരാഗ്യം തുടങ്ങിയ ഭഗങ്ങൾ, അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പേര്. അപ്പൊ ഞാൻ തന്നെയാണ് യജ്ഞം. പശുക്കളെയും മറ്റോ ഹിംസിച്ച് സ്വർഗാദി ഫലപ്രാപ്തിക്കായി ചെയ്യുന്ന കർമ്മമല്ല യാഗം. എൻ്റെ സ്വരൂപത്തെ ധരിച്ച ജ്ഞാനത്തെ ഉപദേശിക്കുന്നതാണ് യാഗാവസാനത്തിൽ സമർപ്പിക്കപ്പെടുന്ന ദക്ഷിണ. ദക്ഷിണ ജ്ഞാനസന്ദേശ. ഒതുക്കമില്ലാതെ തോന്നിയ ദിക്കിൽ ആവശ്യമില്ലാതെ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ സ്വാധീനപ്പെടുത്താൻ ഏറ്റവും യോഗ്യമായ പ്രാണായാമമാണ് ഏറ്റവും വിശേഷമായിട്ടുള്ള പ്രധാനമായിരിക്കുന്ന പരമമായിരിക്കുന്ന ശക്തി അല്ലെങ്കിൽ ബലം. ഭഗോമ ഐശ്വരോ ഭാവോ ലാഭോ മദ്ഭക്തിരുത്തമ വിദ്യാത്മനി ഭിദാബാധോ ജുഗുപ്സാഹ്രീരകർമ്മസു. ഭഗഃ ഭാഗ്യം, മേ ഐശ്വരഃ ഭാവ എൻ്റെ ഈശ്വര സംബന്ധിയായ അവസ്ഥയാണ് ഭഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാഗ്യം എന്നുള്ളത്. ഉത്തമഃ ലാഭഃ ശ്രേഷ്ഠമായ ലാഭം മദ്ഭക്തി എന്നിൽ ഭക്തിയാണ്. ആത്മനി ഭിദാബാധ ആത്മാവിൽ ഭേദബുദ്ധിയില്ലാതിരിക്കുന്നതാണ് വിദ്യ. അകർമ്മസു ജുഗുപ്സ ഹ്രീ അതാണ് ലജ്ജ. വിരോധിക്കപ്പെട്ട ചെയ്യരുതാത്ത കർമ്മങ്ങളിലുള്ള വെറുപ്പിനെയാണ് ലജ്ജ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു ഭഗവാൻ എന്ന് വിളിക്കുന്നത് 6 ഗുണങ്ങളോട് കൂടിയവൻ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇത് ചേരുമ്പോഴാണ് ഭഗവാൻ ആവണത്. ഇത് ഈ 6 ഗുണങ്ങൾ ഐശ്വര്യത്തിൽ നിന്നും വീര്യത്തിലേക്കും, വീര്യത്തിൽ നിന്ന് യശസ്സിലേക്കും, യശസ്സിൽ നിന്ന് ശ്രീയിലേക്കും, ശ്രീയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും, ജ്ഞാനത്തിൽ നിന്ന് വൈരാഗ്യത്തിലേക്കും എത്തുക. അങ്ങനെ ആ പൂർണ്ണമായി വർദ്ധിച്ചു പൂർണ്ണമായി ഈശ്വരനായ എന്നെ പോലെ ആവുന്നതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത് കേവലം ലൗകികമായ ചിന്തയിലൂടെ മാത്രമാണ്. ധനാദി സമൃദ്ധി, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അത് ഭാഗ്യമാണെന്ന് പറയും. പക്ഷേ യഥാർത്ഥമായ ഭാഗ്യം ആ ഭഗവാനെ പോലെ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഭഗവാനെ പോലെ ആകുന്ന ഒരാൾക്ക് ഐശ്വര്യവും അതിൽ നിന്ന് വീര്യവും പിന്നീട് യശസ്സും ശ്രീയും ജ്ഞാനവും വൈരാഗ്യവും, ഈ 6 ഗുണങ്ങൾ, ഈ ഭഗങ്ങൾ, ഭഗ എന്ന് പറയുന്നു, ഭാഗ്യം എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. എന്നിട്ടോ അടുത്തത്, ഏതൊന്നിന്റെ ലാഭം കൊണ്ടാണോ പിന്നെ ഒന്നും ലഭിക്കേണ്ടതായി ഇല്ലാതെ വരുന്നത്, അതാണ് ഏറ്റവും ഉത്തമമായ ലാഭം. അങ്ങനെ ഉത്കൃഷ്ടമായ ലാഭം എന്താണ്? മദ്ഭക്തിരുത്തമഃ. ഉത്തമമായ ലാഭം എന്ന് പറയുന്നത് മദ്ഭക്തി, എന്നിലുള്ള ഭക്തിയാണ് എന്ന് അവിടെ പറയുന്നു. അല്ലാതെ പുത്രന്മാരുണ്ടാവുക, ധനമുണ്ടാവുക, വീടുണ്ടാവുക, വാഹനങ്ങൾ ഉണ്ടാവുക, ഇതൊന്നും ലാഭമല്ല. യഥാർത്ഥമായ ലാഭം, ഉത്തമഃ ലാഭഃ മദ്ഭക്തി, ഉത്തമമായ ലാഭം എന്നിലുള്ള ഭക്തിയാണ് എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. അടുത്തതായിട്ട് ഭഗവാൻ പറഞ്ഞു എന്താണ് വിദ്യ എന്ന് പറഞ്ഞു. വിദ്യ എന്നുള്ളത് ആത്മാവിൽ ഭേദബുദ്ധിയില്ലാതെ
ദേവനാവട്ടെ, മനുഷ്യനാവട്ടെ, തിര്യഗ്ജാതിയാവട്ടെ, സകലവും ഒന്നാണ് എന്ന് കാണുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള വിദ്യ. ശാസ്ത്രവാദങ്ങൾ കൊണ്ട് വ്യവഹരിക്കാൻ പഠിക്കുന്നതാണ് വിദ്യ. അതാണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അത് കേവലമായ ഭൗതികമായ തലത്തിൽ മാത്രമാണ്. ആത്മീയമായ തലത്തിൽ ആത്മാവിൽ ഭേദബുദ്ധിയില്ലാതെ സകല ചരാചരങ്ങളെയും, ദേവ തിര്യക് മനുഷ്യജാതികളെ മുഴുവൻ ഒന്നായി കാണാനുള്ള ആ കഴിവിനെയാണ്, ആ അവസ്ഥയാണ് വിദ്യ എന്ന് പറയുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തീരെ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന ദൃഢബോധം, അതിന് ലജ്ജ എന്ന് പറയുന്നു. അപ്പോ ചെയ്യരുതാത്ത കാര്യങ്ങൾ, ഭേദബുദ്ധിയില്ലാത്ത ആവുന്നത് വിദ്യയാണെങ്കിൽ, അകർമ്മസു വിരോധിക്കപ്പെട്ട കർമ്മങ്ങളിൽ ജുഗുപ്സ, നമ്മൾ ജുഗുപ്സാവഹമായ എന്നൊക്കെ പറയാറുണ്ട്. ജുഗുപ്സ എന്ന് പറഞ്ഞ വെറുപ്പ്, ആ ദൃഢമായ ബോധം ഉണ്ടാവലാണ് ലജ്ജ. ചെയ്ത ഒരു കാര്യം ചെയ്തു, അതേ തുടർന്ന് നമുക്ക് അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നൽ, അതല്ല ലജ്ജ. മറിച്ച് ലജ്ജ എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്ന ദൃഢബോധം ഉള്ളിൽ ഉണ്ടാകുന്നു. അതിനാണ് ലജ്ജ എന്ന് പറയുന്നത്. അടുത്തതായി പറഞ്ഞു, ശ്രീർഗുണ നൈരപേക്ഷ്യാദ്യ സുഖം ദുഃഖസുഖാത്യയ ദുഃഖം കാമസുഖാപേക്ഷ പണ്ഡിതോ ബന്ധ മോക്ഷവി. ഇനി ആരെയൊക്കെ കുറിച്ച് പറയുകയാണ്? നൈരപേക്ഷ്യാദ്യ, ഒന്നിനെയും അപേക്ഷിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ. ശ്രീ അലങ്കാരം. ദുഃഖസുഖാത്യയ, ദുഃഖസുഖങ്ങളെ കടന്നിരിക്കുന്നതാണ് സൗഖ്യം. കാമസുഖാപേക്ഷ, വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നത് ദുഃഖം അല്ലെങ്കിൽ സങ്കടം. ബന്ധമോക്ഷവിത്ത്, ബന്ധമോക്ഷങ്ങളെ അറിയുന്നവൻ പണ്ഡിതനാണ് എന്നും ഭഗവാൻ പറഞ്ഞു. ഇപ്പോ കിരീടം തുടങ്ങിയ അലങ്കാരങ്ങളൊക്കെ പുറമേ നിന്നുള്ള കാണുന്ന ആളുകൾക്ക് അത് അലങ്കാരമാണെന്ന് തോന്നും. പക്ഷേ അത് കൃത്രിമമായ അലങ്കാരമാണ്. ഭാരം ശരീരത്തിനും അല്ലെങ്കിൽ തലയ്ക്ക് നൽകുന്നതാണ് ആ അലങ്കാരങ്ങൾ. അത് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ശോഭ നൽകുന്നില്ല. ഒന്നിനെയും കാക്ഷിക്കാതിരിക്കുക, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക, ഈ ഗുണങ്ങളാണ് ഒരാൾക്ക് അലങ്കാരമായിട്ടുള്ളത്. യദൃച്ഛാ ലാഭസംതൃപ്തി, നിഷ്കാമമായി കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക. ഓരോ സാധനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക, അത് കിട്ടാതെ വരുമ്പോൾ ദുഃഖമുണ്ടാവുക. ആ ദുഃഖം കൊണ്ട് ശരീരത്തിനും മുഖത്തിനും ഓജസ്സും തേജസ്സും കുറഞ്ഞു വരുന്നു, അല്ലേ? അപ്പൊ എപ്പോഴും അന്യവിഷയങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. അവരുടെ മുഖം എന്നും വാടിത്തളർന്നിരിക്കും. അപ്പൊ അവിടെ അലങ്കാരമായിട്ട് ഈ ഭാവം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുകയും ഒന്നിൽ ആഗ്രഹമില്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ അലങ്കാരം. അപ്പൊ നിരപേക്ഷനായിരിക്കുന്ന യോഗിയുടെ ശരീരത്തിലെ തേജസ് കണ്ട് ആനന്ദിക്കണമെങ്കിൽ എല്ലാവർക്കും സാധിക്കില്ല. ഭാഗ്യമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ. ആ ഐശ്വര്യത്തെ, ആ അലങ്കാരത്തെ. മറ്റ് കൃത്രിമാലങ്കാരങ്ങൾ, കിരീടം തുടങ്ങിയ അലങ്കാരങ്ങൾ, അത് അകൃത്രിമാലങ്കാരങ്ങൾ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് മഹാന്മാർക്ക് മനസ്സിലാവും. ഇവിടെ മഹാത്മാവായ വിവേകാനന്ദ സ്വാമി ജീവിച്ചിരുന്നത് ദൃഷ്ടാന്താണ്. നോക്കൂ, ശാസ്ത്രവാക്യത്തിൽ വിശ്വാസത്തോടു കൂടിയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. ദുഃഖങ്ങളും സുഖങ്ങളും ഓരോ സംഗതിവശാൽ ദേഹമുള്ളവർക്ക് മുഴുവൻ ഉണ്ടാവും. അതിനെ രണ്ടിനെയും ആലോചിക്കാതെ എപ്പോഴും ഒരേ സ്ഥിതിയിലിരിക്കുക, ഇതിനെയാണ് സുഖം എന്ന് പറയുക. മനസ്സിന്റെ ചാഞ്ചല്യമില്ലാത്ത അവസ്ഥ. എന്നാൽ വിഷയസുഖമുണ്ടാവണേന്ന് എപ്പോഴും പ്രാർത്ഥിക്കലോ, അത് ദുഃഖമാണെന്ന്.
ഈ അപേക്ഷയില്ലാത്തവർ മടിയന്മാരായിരിക്കും എന്ന് നമുക്ക് സംശയം ഉണ്ടാവും ഇല്ലേ? ആഗ്രഹങ്ങളില്ലാത്തവൻ മടിയൻ. പക്ഷേ തുച്ഛസുഖത്തെ കാക്ഷിക്കാതെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല അഭ്യാസമുള്ള ആളുകൾക്കേ സാധിക്കുള്ളൂ. അപ്പോഴേ യഥാർത്ഥമായ ആനന്ദം, സുഖം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ തരത്തിൽ രണ്ടിനെയും ആലോചിക്കാതെ, സുഖദുഃഖങ്ങളെ ആലോചിക്കാതെ, അത് ദേഹമെടുത്തവർക്ക് പ്രാരബ്ധമനുസരിച്ച് വന്നു ചേരുമെന്ന് ഉറപ്പിക്കുന്നതാണ് സുഖം എന്ന് പറഞ്ഞു. പിന്നെ ബന്ധമോക്ഷങ്ങളുടെ സ്വരൂപം അറിയുന്നവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. നമ്മൾ പണ്ഡിതൻ എന്ന് പറയുന്നത് ആരെയാ? തർക്കം, വേദാന്തം, ഉപനിഷത്ത്, വേദങ്ങള്, ഇതിലൊക്കെ നിരന്തരമായി പഠിച്ച് വലിയ കേമനായിരിക്കുന്ന ആള്, അയാളെയാണ് പണ്ഡിതൻ എന്ന് പറയാറ് നമ്മൾ സാധാരണ. പക്ഷേ ഭാഗവതം ഭഗവാന്റെ വാക്കുകളായിട്ട് പറയുകയാണ്, ഇവിടെ ഒരുപക്ഷെ ശാസ്ത്രാഭ്യാസം ഉണ്ടാവില്ല. ഗുരുപദേശ വൈഭവം കൊണ്ടോ ജന്മാന്തര സംസ്കാരം കൊണ്ടോ ഒരാൾക്ക് ബന്ധമെന്ത്, മോക്ഷമെന്ത് എന്ന തിരിച്ചറിവ്, അറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ആ സത്യത്തിൽ പണ്ഡിതനാണ്. അങ്ങനെ പ്രയാസം കൂടാതെ ഇവനത് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഭാഗ്യവാനായ പണ്ഡിതൻ എന്നുകൂടി ഭാഗവതം കൂട്ടിച്ചേർക്കുന്നു. ജന്മാന്തര സംസ്കാരമുള്ളവനാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ 41 ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 42 ശ്ലോകം മുതൽ 19 അധ്യായത്തില്, ഏകാദശ സ്കന്ധത്തിലെ 19 അധ്യായത്തിലെ 45 ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. വളരെ സങ്കീർണമായ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ
मुरारे शरणं मे तव चरणयुगं पवनपुरेशा राधा कृष्णा शरणं मे तव चरणयुगं मीनाय് മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ.
അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.